ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുവാനായി നാം പാപികളായിരുന്നിട്ടും തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. നമ്മുടെ പാപപരിഹാരത്തിനായി അവനെ കാൽവരി ക്രൂശിൽ യാഗമായി നൽകി. ആ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് ഓരോ നോമ്പ് ദിനങ്ങളും. വേദനകളും സഹനങ്ങളും ത്യാഗങ്ങളും ഒക്കെ നിറഞ്ഞ അവസ്ഥയിലൂടെ ഈ നാളുകളിൽ നാം കടന്നു പോകുമ്പോൾ ഇതിൻ്റെ അവസാനം ഒരു രൂപാന്തരത്തിൻ്റെയും പുതുക്കപ്പെടലിൻ്റെയും അനുഭവം നമ്മിലുണ്ടാകുമെന്നും ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടൊപ്പം പുതിയ ഒരു മനുഷ്യനായി ജീവിതം ക്രിസ്തുവിൽ നയിക്കാമെന്നും ഉള്ള മനോഹരമായ ഭാഗ്യാവസ്ഥയുടെ പ്രതീക്ഷയാണ് നമുക്ക് നൽകപ്പെടുന്നത്. ആ പ്രതീക്ഷയെ ദൃഢപ്പെടുത്തുന്നതാകട്ടെ നമ്മുടെ ഈ നാളുകളിലെ ആരാധനകളും ധ്യാനങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചനധ്യാനത്തിലേക്ക് കടക്കട്ടെ. നോമ്പിൻ്റെ 17-ാം ദിവസമായ ഇന്ന് വചനധ്യാനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ക്രിസ്തു തൻ്റെ മരണത്തിലേക്ക് അടുക്കുന്ന നാളുകളിൽ ബഥാന്യയിൽ ലാസറിനോടും അവൻ്റെ സഹോദരിമാരായ മാർത്തയോടും മറിയയോടും ശിഷ്യന്മാരോടുമൊപ്പം ഒരു അത്താഴ വിരുന്നിൽ പങ്കെടുക്കുന്നതാണ് ഇവിടെ പശ്ചാത്തലം. അത്താഴ വിരുന്നിനിടയിൽ മറിയ വിലയേറിയ തൈലം കർത്താവിൻ്റെ കാലിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തുകയും ചെയ്യുന്നു. ക്രിസ്തു എങ്ങനെ നമ്മെ സ്നേഹിച്ചു എന്ന് പല സംഭവങ്ങളിലൂടെ പല രീതിയിൽ ധ്യാനിക്കുന്ന ഈ നാളുകളിൽ ഇവിടെ മറിയ എങ്ങനെയാണ് കർത്താവിനെ സ്നേഹിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറിയയുടെ സ്നേഹം എപ്രകാരമുള്ളതായിരുന്നുവെന്ന് 2 ചെറിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഒന്നാമതായി, മറിയയുടെ സ്നേഹത്തിന് കണക്കുകളോ കാരണങ്ങളോ ഇല്ലായിരുന്നു. ഈ വേദഭാഗം നാം പരിശോധിക്കുമ്പോൾ മറിയയുടെ പ്രവൃത്തി കണ്ടുകൊണ്ട് നിന്ന യൂദ ആ തൈലത്തിന് നൽകിയ വില 300 വെള്ളിക്കാശാണ്. അത്രയും വിലപിടിപ്പുള്ള ആ വസ്തു വെറുതെ പൊട്ടിച്ച് ഒഴിച്ചു കളയുകയാണ് ഇവിടെ. കണ്ടു നിന്നവരുടെ ഭാഷയിൽ പാഴ്വേലയായ പ്രവൃത്തിയാണ് മറിയ ഇവിടെ ചെയ്യുന്നത്. എന്നാൽ മറിയയുടെ ആ പ്രവൃത്തിയിലൂടെ സുവിശേഷകൻ വരച്ചു കാട്ടാൻ ശ്രമിക്കുന്നത് യഥാർത്ഥ സ്നേഹത്തിൽ കണക്കുകൂട്ടലുകളില്ല എന്ന വാസ്തവമാണ്. ഇന്ന് ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധത്തിൽ കണക്കുകൾ സൂക്ഷിക്കുന്നവരാണ് നാം. മറ്റൊരുവൻ, അതാരോ ആയിക്കൊള്ളട്ടെ, സഹോദരനാകട്ടെ അയൽക്കാരനാകട്ടെ, ആരോടായാലും സ്നേഹിക്കാൻ നമുക്ക് ചില കാരണങ്ങളും സ്നേഹത്തിൻ്റെ പേരിൽ ചെയ്തതിനും കൊടുത്തതിനും നമുക്ക് ചില കണക്കുകളും ഉണ്ട്. ദൈവത്തോടും നാം പലപ്പോഴും കണക്ക് പറയാറുണ്ട്. പള്ളിയിൽ പോയില്ലേ, ദാനാർപ്പണം നടത്തിയില്ലേ, പ്രാർത്ഥിച്ചില്ലേ എന്നൊക്കെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ നാം ദൈവത്തോടും കണക്കുകൾ നിരത്താറുണ്ട്. സ്നേഹിക്കാനെന്ന് പലപ്പോഴും നമുക്ക് പല കാരണങ്ങളുണ്ട്. അത് സൗന്ദര്യമാകാം, പണമാകാം, അധികാരമാകാം, മറ്റു പലതുമാകാം. എന്നാൽ അത്തരത്തിലുള്ള സ്നേഹം ഇതൊക്കെയും ഇല്ലാതെയാകുമ്പോൾ അതിനോടൊപ്പം ഇല്ലാതായി പോകുന്നതാണെന്ന് നാം ഓർക്കണം. കാരണങ്ങൾ വെച്ച് സ്നേഹിക്കുന്നത് ഒരിക്കലും യഥാർത്ഥ സ്നേഹം അല്ല. പരിധികളോ കണക്കുകൂട്ടലുകളോ കാരണങ്ങളോ ഇല്ലാതെയാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം പാപികളായിരുന്നിട്ടും ക്രിസ്തു നമ്മെ സ്നേഹിച്ചു, ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി യാഗമായി നൽകി എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സ്നേഹിക്കുവാൻ നാം കാരണങ്ങളോ അതിൻ്റെ പേരിൽ കണക്കുകളോ വെക്കരുത്. രണ്ടാമതായിട്ട്, മറിയയുടെ സ്നേഹം തന്നെത്താൻ താഴ്ത്തി ഉള്ളതായിരുന്നു. 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ മറിയ തൻ്റെ തലമുടി കൊണ്ട് യേശുവിൻ്റെ കാൽ തുവർത്തി എന്ന് പറഞ്ഞിരിക്കുന്നതായി കാണാം. തലമുടി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മഹത്വത്തെയും അഭിമാനത്തെയും അടയാളപ്പെടുത്തുന്നതാണ് എന്ന് ചിന്തിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. തൻ്റെ മഹത്വത്തെയാണ് മറിയ കർത്താവിൻ്റെ കാൽ കീഴെ സമർപ്പിച്ചത്. തന്നെ പൂർണ്ണമായി കർത്താവിൻ്റെ മുമ്പിൽ താഴ്ത്തിയാണ് മറിയ തൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നത്. ക്രൂശിൽ കർത്താവ് ചെയ്തതും ഇതുതന്നെയാണ്. സ്വയം താഴ്ചയിലേക്ക് ഇറങ്ങി വന്ന് തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ കാണിച്ചു തന്നു. ഇന്ന് നാം പലപ്പോഴും നമ്മുടെ ഭൗതികമായ പല നേട്ടങ്ങളിലും തന്നെത്താൻ ഉയർത്താൻ ശ്രമിക്കുന്നവരാണ്. പണവും പേരും അധികാരവും ഒക്കെ ഉണ്ട് എന്നതിൻ്റെ പേരിൽ പലയിടങ്ങളിലും മുൻ സ്ഥാനക്കാരാകാനാണ് നാം പരിശ്രമിക്കുന്നത്. എന്നാൽ ആ പരിശ്രമത്തിനിടയിൽ ദൈവത്തെ എത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നു എന്നത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ദൈവം തൻ്റെ പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ച ആ വലിയ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന ഈ നാളുകളിൽ മറിയെ പോലെ തന്നെത്താൻ താഴ്ത്തി കണക്കുകളോ കാരണങ്ങളോ കൂടാതെ ദൈവത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കുവാൻ നമുക്കും ഒരുങ്ങാം.
അതിന് സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.